വെൽക്കം ടു സ്റ്റഡി വിൻ PSC. ശനിയാഴ്ച നടക്കുന്ന 10th പ്രിലിംസ് എക്സാമിൻ്റെ റിവിഷൻ ക്ലാസ് ആണ് ഇന്നിവിടെ. അപ്പോൾ ഇവിടെ ഈ റിവിഷൻ സീരീസിൽ പ്രീവിയസ് ഇയറിലെ മാക്സിമം ക്വസ്റ്റ്യൻസ് മോക്ക് ടെസ്റ്റ് പോലെ പ്രാക്ടീസ് ചെയ്ത് പഠിക്കുകയാണ് ഇതിൽ ചെയ്യുന്നത് കേട്ടോ. ഇതിപ്പോൾ 4ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇത് 2023 നടന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, ഇതൊരു മോക്ക് ടെസ്റ്റ് പോലെ ചെയ്ത് നോക്കാം. എന്നിട്ട് നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നു എന്ന് നിങ്ങളൊന്ന് നോക്കുക കേട്ടോ. ഇനി ഈ ഒരു ചോദ്യപേപ്പറിൻ്റെ തന്നെ റിലേറ്റഡ് ഫാക്ട്സ് ഇൻക്ലൂഡ് ചെയ്ത് ഞാൻ വേറെ ക്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ റിലേറ്റഡ് ഫാക്ട്സും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് പഠിക്കേണ്ടവർക്ക് ആ ക്ലാസ് കാണാം. അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സിലുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റഡ് ആണ് കേട്ടോ. വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം. ഈ ചോദ്യപേപ്പറിൽ ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് PSC. ഓക്കെ, എന്താണെന്നറിയില്ല. എനിക്ക് തോന്നുന്നത് വൈക്കം സത്യാഗ്രഹം നടന്നത് 1924 തുടങ്ങി 1925 അവസാനിച്ചത്. അപ്പോൾ ഈ 1924 1925 ഈ 2 വർഷങ്ങളും ഈ ചോദ്യത്തിലുള്ളത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇത് PSC ഡിലീറ്റ് ചെയ്തത്, അറിയില്ല. ഓക്കെ, അടുത്ത ചോദ്യം. പോർട്ടുഗീസുകാരുടെ കയ്യിൽ നിന്ന് ചാലിയങ്കോട്ട തിരിച്ചു പിടിക്കാൻ സാമൂതിരിയെ സഹായിച്ചത് ആര്? ഓപ്ഷൻ സി കുഞ്ഞാലി മരക്കാർ മൂന്നാമൻ. പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്ന് ചാലിയങ്കോട്ട തിരിച്ചു പിടിക്കാൻ സാമൂതിരിയെ സഹായിച്ചത് ആര്? കുഞ്ഞാലി മരക്കാർ മൂന്നാമൻ. താഴെ പറയുന്നവയിൽ വള്ളത്തോൾ നാരായണ മേനോന്റെ കൃതി അല്ലാത്തത് ഏത്? ഓപ്ഷൻ ഡി പാഞ്ചാലി ശപഥം. താഴെ പറയുന്നവയിൽ വള്ളത്തോൾ നാരായണ മേനോന്റെ കൃതി അല്ലാത്തത് ഏതാണ്? പാഞ്ചാലി ശപഥം. പാഞ്ചാലി ശപഥം തമിഴ് കവിയായ സുബ്രഹ്മണ്യ ഭാരതിയുടെ ആണ് കേട്ടോ. ഓക്കെ, ഇനി താഴെ പറയുന്നവയിൽ വള്ളത്തോൾ നാരായണ മേനോന്റെ കൃതികളാണ് എൻ്റെ ഗുരുനാഥൻ, ബാപ്പുജി, ഇന്ത്യയുടെ കരച്ചിൽ. അപ്പം അതും കൂടെ ഓർത്ത് വെച്ചോണം. വള്ളത്തോൾ നാരായണ മേനോന്റെ കൃതികൾ എൻ്റെ ഗുരുനാഥൻ, ബാപ്പുജി, ഇന്ത്യയുടെ കരച്ചിൽ. ഇവിടെ വള്ളത്തോൾ നാരായണ മേനോന്റെ കൃതി അല്ലാത്തത് പാഞ്ചാലി ശപഥം. ഭാരതീയ റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം. ഓപ്ഷൻ ബി മുംബൈ. ഭാരതീയ റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം മുംബൈ. താഴെ പറയുന്നവയിൽ രാഷ്ട്രത്തിന്റെ നിർബന്ധിതമായ ചുമതല ഏത്? ഓപ്ഷൻ ഡി അവകാശ സംരക്ഷണം. താഴെ പറയുന്നവയിൽ രാഷ്ട്രത്തിന്റെ നിർബന്ധിതമായ ചുമതല ഏത്? അവകാശ സംരക്ഷണം. സതി എന്ന ശ്രദ്ധേയമായ ചിത്രം താഴെ പറയുന്നവരിൽ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ സി നന്ദലാൽ ബോസ്. സതി എന്ന ശ്രദ്ധേയമായ ചിത്രം താഴെ പറയുന്നവരിൽ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നന്ദലാൽ ബോസ്. തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭ സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്. ഓപ്ഷൻ എ വക്കം അബ്ദുൽ ഖാദർ മൗലവി. തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭ സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് വക്കം അബ്ദുൽ ഖാദർ മൗലവി. മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ആര്? ഓപ്ഷൻ സി ഡോക്ടർ ആഞ്ചലോസ് ഫ്രാൻസിസ്. മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ആരാണ്? ആഞ്ചലോസ് ഫ്രാൻസിസ്. ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന പ്രാദേശികവാദം. ഓപ്ഷൻ സി ലൂ. ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന പ്രാദേശികവാദം ലൂ. മാരക രോഗമായ നിപ്പയ്ക്ക് കാരണം. ഓപ്ഷൻ ഡി വൈറസ്. മാരക രോഗമായ നിപ്പയ്ക്ക് കാരണം വൈറസ്. ഇന്ത്യയുടെ അതിർത്തി ശരിയായി ക്രമപ്പെടുത്തുക. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. കിഴക്ക് ബംഗാൾ ഉൾക്കടല്, പടിഞ്ഞാറ് അറബിക്കടല്, തെക്ക് ഇന്ത്യൻ മഹാസമുദ്രം, വടക്ക് ഹിമാലയ പർവ്വതം. ഇന്ത്യയുടെ അതിർത്തി ശരിയായി ക്രമപ്പെടുത്തുക. കിഴക്ക് ബംഗാൾ ഉൾക്കടല്, പടിഞ്ഞാറ് അറബിക്കടല്, തെക്ക് ഇന്ത്യൻ മഹാസമുദ്രം, വടക്ക് ഹിമാലയ പർവ്വതം. ഇന്ത്യയുടെ ഭക്ഷ്യക്കലവറ എന്നറിയപ്പെടുന്നത്. ഓപ്ഷൻ എ സമതലങ്ങൾ. ഇന്ത്യയുടെ ഭക്ഷ്യക്കലവറ എന്നറിയപ്പെടുന്നത് സമതലങ്ങൾ. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏത്? ഓപ്ഷൻ ഡി ഡെക്കാൻ പീഠഭൂമി. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ്? ഡെക്കാൻ പീഠഭൂമി. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം. ഓപ്ഷൻ എ ജാറിയ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ജാറിയ.
താഴെ കൊടുത്തിട്ടുള്ളവയിൽ പുനഃസ്ഥാപന ശേഷിയുള്ളതും ചെലവ് കുറഞ്ഞതും പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്തതുമായ ഊർജ്ജ സ്രോതസ്സുകൾ കണ്ടെത്തുക. ഓപ്ഷൻ സി 2, 3, 5. വേലിയോർജം, ജൈവവാതകം, സൗരോർജം. താഴെ കൊടുത്തിട്ടുള്ളവയിൽ നിന്ന് പുനഃസ്ഥാപന ശേഷിയുള്ളതും ചെലവ് കുറഞ്ഞതും പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്തതുമായ ഊർജ്ജ സ്രോതസ്സുകൾ കണ്ടെത്തുക. വേലിയോർജം, ജൈവവാതകം, സൗരോർജം. താഴെ നൽകിയിരിക്കുന്നവയിൽ നിന്ന് ഖാരിഫ് വിളകൾ അല്ലാത്തത് ഏതെല്ലാം? ഓപ്ഷൻ ഡി 2, 3, 4, 8. ഖാരിഫ് വിളകൾ അല്ലാത്തത് ഗോതമ്പ്, കടുക്, പുകയില, പഴവർഗ്ഗങ്ങൾ. താഴെ തന്നിരിക്കുന്നവയിൽ ഖാരിഫ് വിളകൾ അല്ലാത്തത് ഗോതമ്പ്, കടുക്, പുകയില, പഴവർഗ്ഗങ്ങൾ. ഗോതമ്പ്, കടുക്, പുകയില ഇത് മൂന്നും റാബി വിളകളാണ്. പഴവർഗ്ഗങ്ങൾ സെയ്ത് വിളകളാണ് കേട്ടോ. ഓക്കെ, താഴെ തന്നിരിക്കുന്നതിൽ ഖാരിഫ് വിളകൾ അല്ലാത്തത് ഗോതമ്പ്, കടുക്, പുകയില, പഴവർഗ്ഗങ്ങൾ. താഴെ തന്നിരിക്കുന്നവയിൽ ഖാരിഫ് വിളകളാണ് നെല്ല്, പരുത്തി, ചണം, കരിമ്പ്, നിലക്കടല, ചോളം. അപ്പോൾ അതും കൂടി ഓർത്ത് വെക്കുക. ഖാരിഫ് വിളകളെ നെല്ല്, പരുത്തി, ചണം, കരിമ്പ്, നിലക്കടല, ചോളം. ഇതിൻ്റെയൊക്കെ കോഡ് ഉണ്ടല്ലോ, ഷോർട്സിലുണ്ട് കേട്ടോ. നിങ്ങൾ നോക്കി പഠിച്ചാൽ മതി. ഖാരിഫ് വിളകൾ, റാബി വിളകൾ ഇതൊക്കെ ഓർത്ത് വെക്കാനുള്ള കോഡ് ഷോർട്സിലുണ്ട്. യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ ബി പരുത്തി. യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് പരുത്തി. ഗോൾഡൻ ഫൈബർ എന്നറിയപ്പെടുന്നത് ചണമാണ് കേട്ടോ. അതും കൂടി ഒന്ന് ഓർത്ത് വെച്ചോളൂ. ഗോൾഡൻ ഫൈബർ ചണമാണ്. യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് പരുത്തി. കരിമ്പ് കൃഷിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത്? ഓപ്ഷൻ സി കരിമ്പ് ഉൽപാദനത്തിൽ ഇന്ത്യക്ക് 1ാം സ്ഥാനമാണ് ഉള്ളത്. കരിമ്പ് കൃഷിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന. കരിമ്പ് ഉൽപാദനത്തിൽ ഇന്ത്യക്ക് 1ാം സ്ഥാനമാണുള്ളത്. കരിമ്പ് കൃഷിയുമായി ബന്ധമുള്ള പ്രസ്താവനകളാണ്: ഉഷ്ണമേഖലാ വിളയായ കരിമ്പിന് ചൂടും മഴയുമുള്ള കാലാവസ്ഥയാണ് വേണ്ടത്. കറുത്ത മണ്ണ്, എക്കൽ മണ്ണ് തുടങ്ങിയ മണ്ണിനങ്ങൾ കരിമ്പ് കൃഷിക്ക് അനുയോജ്യമാണ്. കരിമ്പ് വിളവെടുത്തു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഫാക്ടറികളിൽ എത്തിച്ച് അതിൻ്റെ നീരെടുത്തില്ലെങ്കിൽ കരിമ്പിലെ സുക്രോസിൻ്റെ അളവ് കുറയും. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. കരിമ്പ് കൃഷിയുമായി ബന്ധമുള്ള പ്രസ്താവനകൾ: ഉഷ്ണമേഖലാ വിളയായ കരിമ്പിന് ചൂടും മഴയുമുള്ള കാലാവസ്ഥയാണ് വേണ്ടത്. കറുത്ത മണ്ണ്, എക്കൽ മണ്ണ് തുടങ്ങിയ മണ്ണിനങ്ങൾ കരിമ്പ് കൃഷിക്ക് അനുയോജ്യമാണ്. കരിമ്പ് വിളവെടുത്തു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഫാക്ടറികളിൽ എത്തിച്ച് അതിൻ്റെ നീരെടുത്തില്ലെങ്കിൽ കരിമ്പിലെ സുക്രോസിൻ്റെ അളവ് കുറയും. സമത്വ സമാജം എന്ന പ്രസ്ഥാനം സ്ഥാപിച്ചത് ആര്? ഓപ്ഷൻ എ വൈകുണ്ഠ സ്വാമികൾ. സമത്വ സമാജം എന്ന പ്രസ്ഥാനം സ്ഥാപിച്ചത് ആരാണ്? വൈകുണ്ഠ സ്വാമികൾ. ചാന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് എന്ന്? ഓപ്ഷൻ ഡി 2023 ജൂലൈ 14. ചാന്ദ്രയാൻ 3 വിക്ഷേപിച്ചതെന്നാണ്? 2023 ജൂലൈ 14. സ്വത്തവകാശം മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്ത ഭരണഘടനാ ഭേദഗതി? ഓപ്ഷൻ സി 44. സ്വത്തവകാശം മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്ത ഭരണഘടനാ ഭേദഗതി 44. മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി? ഓപ്ഷൻ എ 42. മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി 42. ദേശീയ മനുഷ്യ അവകാശ കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ? ഓപ്ഷൻ ഡി രംഗനാഥ മിശ്ര. ദേശീയ മനുഷ്യ അവകാശ കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ രംഗനാഥ മിശ്ര. ദേശീയ പതാകയുടെ രൂപകൽപ്പന ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത്? ഓപ്ഷൻ ബി 22 ജൂലൈ 1947. ദേശീയ പതാകയുടെ രൂപകൽപ്പന ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് 22 ജൂലൈ 1947. വന്ദേമാതരം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്? ഈ ചോദ്യം ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റഡ് ആണ് കേട്ടോ. ഓക്കെ, ദേശീയ ചിഹ്നത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്യം? ഓപ്ഷൻ ഡി സത്യമേവ ജയതേ. ദേശീയ ചിഹ്നത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വാക്യം സത്യമേവ ജയതേ. ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം? ആന. ഓപ്ഷൻ ബി ആന. ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ആന. ഇന്ത്യയുടെ ദേശീയ മൃഗം കടുവയാണ് കേട്ടോ. അതും കൂടി ഒന്ന് ഓർത്ത് വെച്ചോളൂ. ഇന്ത്യയുടെ ദേശീയ മൃഗം കടുവയാണ്. ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ആനയാണ്. അപ്പം രണ്ടും തമ്മിൽ മാറിപ്പോകരുത്. ഇന്ത്യയുടെ ദേശീയ മൃഗം കടുവ, ദേശീയ പൈതൃക മൃഗം ആന. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ രൂപീകരിച്ച വർഷം? ഓപ്ഷൻ സി 2005. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ രൂപീകരിച്ച വർഷം 2005.
ഇന്ത്യൻ ഭരണഘടനയുടെ ഏതു ഭാഗത്താണ് മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഓപ്ഷൻ എ പാർട്ട് 4A. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഭാഗം 4A. റിട്ടുകൾ പുറപ്പെടുവിക്കുന്നതിന് ഹൈക്കോടതികൾക്ക് അധികാരം നൽകുന്ന ഭരണഘടനാ അനുച്ഛേദം? ഓപ്ഷൻ ഡി 226. റിട്ടുകൾ പുറപ്പെടുവിക്കുന്നതിന് ഹൈക്കോടതികൾക്ക് അധികാരം നൽകുന്ന ഭരണഘടനാ അനുച്ഛേദം 226. INA രൂപീകരിച്ചത് ആരായിരുന്നു? ഓപ്ഷൻ എ സുഭാഷ് ചന്ദ്രബോസ്. INA രൂപീകരിച്ചത് ആരായിരുന്നു? സുഭാഷ് ചന്ദ്രബോസ്. ഇന്ത്യൻ വർത്തമാന പത്രങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടി പ്രാദേശിക ഭാഷാ പത്രനിയമം നടപ്പിലാക്കിയത് ആര്? ഓപ്ഷൻ എ ലിട്ടൺ പ്രഭു. ഇന്ത്യൻ വർത്തമാന പത്രങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടി പ്രാദേശിക ഭാഷാ പത്രനിയമം നടപ്പിലാക്കിയത് ആരാണ്? ലിട്ടൺ പ്രഭു. വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനായി പണ്ഡിത രമാഭായി ബോംബെയിൽ സ്ഥാപിച്ച സ്ഥാപനം ഏതായിരുന്നു? ഓപ്ഷൻ ബി ശാരദാ സദൻ. വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനായി പണ്ഡിത രമാഭായി ബോംബെയിൽ സ്ഥാപിച്ച സ്ഥാപനം ഏതായിരുന്നു? ശാരദാ സദൻ. ഇന്ത്യയുടെ അഭിമാന സ്ഥാപനമായ ISRO രൂപീകൃതമായ വർഷം? 1969. ഇന്ത്യയുടെ അഭിമാന സ്ഥാപനമായ ISRO രൂപീകൃതമായ വർഷം 1969. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഓപ്ഷൻ ബി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷനാരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. നമ്മുടെ ദേശീയ ഗീതമായ വന്ദേമാതരം എടുത്തത് ഏത് കൃതിയിൽ നിന്ന്? ഓപ്ഷൻ എ ആനന്ദമഠം. നമ്മുടെ ദേശീയ ഗീതമായ വന്ദേമാതരം എടുത്തത് ഏത് കൃതിയിൽ നിന്നാണ്? ആനന്ദമഠത്തിൽ നിന്ന്. ആരുടെ ജന്മദിനമാണ് നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത്? ഓപ്ഷൻ ഡി മൗലാന അബ്ദുൽ കലാം ആസാദ്. ആരുടെ ജന്മദിനമാണ് ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത്? മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ. ദേശീയ വിദ്യാഭ്യാസ ദിനം എന്നാണ്? നവംബർ 11. ഓർത്തു വയ്ക്കുക, ദേശീയ വിദ്യാഭ്യാസ ദിനം നവംബർ 11. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ ഭാഗം അല്ലാത്തത്? ഓപ്ഷൻ സി VP മേനോൻ. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ ഭാഗമല്ലാത്തതാരാണ്? VP മേനോൻ. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ ഭാഗമായവരാണ് ഫസൽ അലി, HN കുൻസ്രു, KM പണിക്കർ. ഓർത്തുവെക്കുക, സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ ഭാഗമായവരാണ് ഫസൽ അലി, HN കുൻസ്രു, KM പണിക്കർ. ഇന്ത്യയിലെ ദാരിദ്ര്യത്തിന്റെയും പട്ടിണിയുടെയും കാരണങ്ങളെ ചോർച്ചാ സിദ്ധാന്തമായി ആവിഷ്കരിച്ചത് ആര്? ഓപ്ഷൻ സി ദാദാഭായി നവറോജി. ഇന്ത്യയിലെ ദാരിദ്ര്യത്തിന്റെയും പട്ടിണിയുടെയും കാരണങ്ങളെ ചോർച്ചാ സിദ്ധാന്തമായി ആവിഷ്കരിച്ചതാരാണ്? ദാദാഭായി നവറോജി. കപ്പലോട്ടിയ തമിഴൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ആര്? ഓപ്ഷൻ ബി VO ചിദംബരം പിള്ള. കപ്പലോട്ടിയ തമിഴൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ്? VO ചിദംബരം പിള്ള. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല? ഓപ്ഷൻ ബി ഇടുക്കി. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കി. മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ച ആദ്യ മലയാള നടൻ? ഓപ്ഷൻ സി PJ ആന്റണി. മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ച ആദ്യ മലയാള നടൻ PJ ആന്റണി. ഏഷ്യാഡിൽ സ്വർണം നേടിയ ആദ്യ മലയാളി വനിത? ഓപ്ഷൻ ഡി MD വത്സമ്മ. ഏഷ്യാഡിൽ സ്വർണം നേടിയ ആദ്യ മലയാളി വനിത MD വത്സമ്മ. പാത്രക്കടവ് വെള്ളച്ചാട്ടം ഏത് നദിയുടെ ഭാഗമാണ്? ഓപ്ഷൻ ബി കുന്തിപ്പുഴ. പാത്രക്കടവ് വെള്ളച്ചാട്ടം ഏത് നദിയുടെ ഭാഗമാണ്? കുന്തിപ്പുഴ. വയനാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന എടയ്ക്കൽ ഗുഹകൾ ഏത് കാലഘട്ടത്തിന്റെ അവശേഷിപ്പുകളാണ്? ഓപ്ഷൻ സി നവീന ശിലായുഗം. വയനാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന എടയ്ക്കൽ ഗുഹകൾ ഏത് കാലഘട്ടത്തിന്റെ അവശേഷിപ്പുകളാണ്? നവീന ശിലായുഗത്തിന്റെ. ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകളുള്ള ജില്ല? ഓപ്ഷൻ എ കണ്ണൂർ. ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകളുള്ള ജില്ല കണ്ണൂർ. സൈലന്റ് വാലി ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ട വർഷം ഏത്? ഓപ്ഷൻ ഡി 1984. സൈലന്റ് വാലി ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ട വർഷം ഏതാണ്? 1984. ബാണാസുര സാഗർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? ഓപ്ഷൻ ബി വയനാട്. ബാണാസുര സാഗർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? വയനാട്. കേരളത്തിലെ ആദ്യത്തെ കാറ്റാടി വൈദ്യുത നിലയം ഏത്? ഓപ്ഷൻ സി കഞ്ചിക്കോട് കാറ്റാടിപ്പാടം. കേരളത്തിലെ ആദ്യത്തെ കാറ്റാടി വൈദ്യുത നിലയം ഏതാണ്? കഞ്ചിക്കോട് കാറ്റാടിപ്പാടം. കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ? ഓപ്ഷൻ ഡി ഷൊർണൂർ. കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ ഷൊർണൂർ.
ബ്രിട്ടീഷ് ഭരണത്തോടുള്ള എതിർപ്പ് വെണ്ണീജ ഭരണം എന്ന പ്രയോഗത്തിലൂടെ പ്രകടിപ്പിച്ചത് ആര്? ഓപ്ഷൻ ബി വൈകുണ്ഠസ്വാമികൾ. ബ്രിട്ടീഷ് ഭരണത്തോടുള്ള എതിർപ്പ് വെണ്ണീജ ഭരണം എന്ന പ്രയോഗത്തിലൂടെ പ്രകടിപ്പിച്ചത് ആരാണ്? വൈകുണ്ഠസ്വാമികൾ. ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കും. ആരാണ് ഈ പ്രഖ്യാപനം നടത്തിയത്? ഓപ്ഷൻ ഡി അയ്യങ്കാളി. ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കും. ആരാണ് ഈ പ്രഖ്യാപനം നടത്തിയത്? അയ്യങ്കാളി. സവർണജാഥ ഏതു സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ വൈക്കം സത്യാഗ്രഹം. സവർണജാഥ ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വൈക്കം സത്യാഗ്രഹം. വേദാധികാര നിരൂപണം ആരുടെ കൃതിയാണ്? ഓപ്ഷൻ ബി ചട്ടമ്പി സ്വാമികൾ. വേദാധികാര നിരൂപണം ആരുടെ കൃതിയാണ്? ചട്ടമ്പി സ്വാമികളുടെ. താഴെ തന്നിരിക്കുന്ന കൃതികളിൽ ശ്രീനാരായണ ഗുരുവിൻ്റേത് അല്ലാത്ത കൃതി ഏത്? ഓപ്ഷൻ സി ജാതിക്കുമ്മി. ജാതിക്കുമ്മി പണ്ഡിറ്റ് കറുപ്പൻ്റെ കൃതിയാണ്. താഴെ തന്നിരിക്കുന്ന കൃതികളിൽ ശ്രീനാരായണ ഗുരുവിൻ്റേത് അല്ലാത്ത കൃതി ഏതാണ്? ജാതിക്കുമ്മി. ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതികളാണ് ആത്മോപദേശ ശതകം, ദൈവദശകം, ദർശനമാല. ഓർത്തുവെക്കുക, ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതികളാണ് ആത്മോപദേശ ശതകം, ദൈവദശകം, ദർശനമാല. പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കി ഉത്തരവ് പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആര്? ഓപ്ഷൻ എ ഗൗരി പാർവതി ഭായ്. പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കി ഉത്തരവ് പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആര്? ഗൗരി പാർവതി ഭായ്. പഴശ്ശിരാജാവിൻ്റെ ജീവിതം ഇതിവൃത്തമാക്കിയ നോവലാണ് കേരളസിംഹം. ഇത് രചിച്ചത് ആര്? ഓപ്ഷൻ ബി സർദാർ കെ എം പണിക്കർ. പഴശ്ശിരാജാവിൻ്റെ ജീവിതം ഇതിവൃത്തമാക്കിയ നോവലാണ് കേരളസിംഹം. കേരളസിംഹം രചിച്ചതാരാണ്? സർദാർ കെ എം പണിക്കർ. 1916 മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനം പാലക്കാട് വെച്ച് നടന്നു. ആരുടെ അധ്യക്ഷതയിൽ? ഓപ്ഷൻ ഡി ആനി ബെസന്റിൻ്റെ. 1916 മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനം പാലക്കാട് വെച്ച് നടന്നു. ആരുടെ അധ്യക്ഷതയിലാണ്? ആനി ബെസന്റിൻ്റെ. പ്രത്യക്ഷരക്ഷാ ദൈവസഭയുടെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയത് ആര്? ഓപ്ഷൻ എ കുമാരഗുരുദേവൻ. പ്രത്യക്ഷരക്ഷാ ദൈവസഭയുടെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? കുമാരഗുരുദേവൻ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിലിരുന്ന ഒരേ ഒരു മലയാളി ആരായിരുന്നു? ഓപ്ഷൻ എ ചേറ്റൂർ ശങ്കരൻ നായർ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിലിരുന്ന ഒരേ ഒരു മലയാളി ആരായിരുന്നു? ചേറ്റൂർ ശങ്കരൻ നായർ. മസ്തിഷ്കത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ആവരണം? ഓപ്ഷൻ ബി മെനിഞ്ചസ്. മസ്തിഷ്കത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ആവരണം മെനിഞ്ചസ്. ഒരു ബാക്ടീരിയ രോഗം അല്ലാത്തത്? ഓപ്ഷൻ ഡി ഹെപ്പറ്റൈറ്റിസ്. ഒരു ബാക്ടീരിയ രോഗമല്ലാത്തത് ഹെപ്പറ്റൈറ്റിസ്. ബാക്ടീരിയ രോഗങ്ങളാണ് എലിപ്പനി, ഡിഫ്തീരിയ, ക്ഷയം. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. ബാക്ടീരിയ രോഗങ്ങളാണ് എലിപ്പനി, ഡിഫ്തീരിയ, ക്ഷയം. അയഡിൻ്റെ അഭാവത്തിൽ തൈറോക്സിൻ്റെ ഉൽപ്പാദനം തടസ്സപ്പെടുന്നു. തൈറോക്സിൻ ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു ശ്രമമെന്ന നിലയിൽ തൈറോയ്ഡ് ഗ്രന്ഥി അമിതമായി വളരുന്നു. ഈ അവസ്ഥയാണ് ഓപ്ഷൻ സി ഗോയിറ്റർ. അയഡിൻ്റെ അഭാവത്തിൽ തൈറോക്സിൻ്റെ ഉൽപ്പാദനം തടസ്സപ്പെടുന്നു. തൈറോക്സിൻ ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു ശ്രമമെന്ന നിലയിൽ തൈറോയ്ഡ് ഗ്രന്ഥി അമിതമായി വളരുന്നു. ഈ അവസ്ഥയാണ് ഗോയിറ്റർ. കൈക്കുഴ, കാൽക്കുഴ എന്നീ ശരീരഭാഗങ്ങളിൽ കാണപ്പെടുന്ന അസ്ഥിസന്ധി? ഓപ്ഷൻ സി തെന്നി നീങ്ങുന്ന സന്ധി. കൈക്കുഴ, കാൽക്കുഴ എന്നീ ശരീരഭാഗങ്ങളിൽ കാണപ്പെടുന്ന അസ്ഥിസന്ധി തെന്നി നീങ്ങുന്ന സന്ധി. കേരളത്തിൽ ശിശു മാതൃമരണ നിരക്കുകൾ കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായി നവജാത ശിശുക്കളിൽ നടത്തിവരുന്ന കോംപ്രിഹെൻസീവ് ന്യൂബോൺ സ്ക്രീനിംഗ് പ്രോഗ്രാം ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻ എ ശലഭം പദ്ധതി. കേരളത്തിൽ ശിശു മാതൃമരണ നിരക്കുകൾ കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായി നവജാത ശിശുക്കളിൽ നടത്തിവരുന്ന കോംപ്രിഹെൻസീവ് ന്യൂബോൺ സ്ക്രീനിംഗ് പ്രോഗ്രാം ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ശലഭം പദ്ധതി. പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾ പ്രതിപാദിക്കുന്ന റേച്ചൽ കാഴ്സന്റെ പുസ്തകം ഏത്? ഓപ്ഷൻ ബി നിശബ്ദ വസന്തം. പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾ പ്രതിപാദിക്കുന്ന റേച്ചൽ കാഴ്സന്റെ പുസ്തകം ഏതാണ്? നിശബ്ദ വസന്തം. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന പുഴ ഏത്? ഓപ്ഷൻ എ കുന്തിപ്പുഴ. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന പുഴ ഏതാണ്? കുന്തിപ്പുഴ. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഓപ്ഷൻ സി കാസർഗോഡ്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? കാസർഗോഡ്. 2021 ലോക പരിസ്ഥിതി ദിനത്തിന്റെ മുദ്രാവാക്യം എന്താണ്? ഓപ്ഷൻ ഡി പരിസ്ഥിതി പുനഃസ്ഥാപനം.
2021 ലോക പരിസ്ഥിതി ദിനത്തിന്റെ മുദ്രാവാക്യം എന്താണ്? പരിസ്ഥിതി പുനഃസ്ഥാപനം. ഉപ്പിന്റെ അംശമുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുന്ന അത്യുൽപാദന ശേഷിയുള്ള ഒരു നെല്ലിനം. ഓപ്ഷൻ സി ഏഴോൺ. ഉപ്പിന്റെ അംശമുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുന്ന അത്യുൽപാദന ശേഷിയുള്ള ഒരു നെല്ലിനം ഏഴോൺ. ആറ്റത്തിനുള്ളിൽ കാണുന്ന കണങ്ങളുടെ പേരും അവയുടെ ചാർജും തന്നിരിക്കുന്നു. ശരിയായ ജോഡികൾ കണ്ടെത്തുക. ഓപ്ഷൻ എ 1, 3. ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജ്, പ്രോട്ടോൺ പോസിറ്റീവ് ചാർജ്. ആറ്റത്തിനുള്ളിൽ കാണുന്ന കണങ്ങളുടെ പേരും അവയുടെ ചാർജും തന്നിരിക്കുന്നു. ശരിയായ ജോഡികൾ കണ്ടെത്തുക. ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജ്, പ്രോട്ടോൺ പോസിറ്റീവ് ചാർജ്. ഏത് ലോഹത്തിന്റെ അയിരാണ് കലാമിൻ? ഓപ്ഷൻ ഡി സിങ്ക്. ഏത് ലോഹത്തിന്റെ അയിരാണ് കലാമിൻ? സിങ്കിന്റെ. അഷ്ടമ നിയമം ആവിഷ്കരിച്ചത് ആര്? ഓപ്ഷൻ ബി ന്യൂലാൻഡ്സ്. അഷ്ടമ നിയമം ആവിഷ്കരിച്ചത് ആരാണ്? ന്യൂലാൻഡ്സ്. ജലത്തിലെ ഘടകമൂലകങ്ങൾ. ഓപ്ഷൻ സി ഹൈഡ്രജൻ, ഓക്സിജൻ. ജലത്തിലെ ഘടകമൂലകങ്ങൾ ഹൈഡ്രജൻ, ഓക്സിജൻ. തെർമോപ്ലാസ്റ്റിക്കിന് ഉദാഹരണം. ഓപ്ഷൻ ഡി PVC. തെർമോപ്ലാസ്റ്റിക്കിന് ഉദാഹരണം PVC. ഇൻക്യുബേറ്ററിൽ മുട്ട വിരിയിക്കുന്നത് ഏത് താപപ്രസരണത്തിനുള്ള ഉദാഹരണമാണ്? ഓപ്ഷൻ സി വികിരണം. ഇൻക്യുബേറ്ററിൽ മുട്ട വിരിയിക്കുന്നത് ഏത് താപപ്രസരണത്തിനുള്ള ഉദാഹരണമാണ്? വികിരണം. സമതല ദർപ്പണത്തിൽ രൂപപ്പെടുന്ന പ്രതിബിംബത്തിന്റെ സവിശേഷത അല്ലാത്തത് ഏവ? ഓപ്ഷൻ സി 2, 3 മാത്രം. സമതല ദർപ്പണത്തിൽ രൂപപ്പെടുന്ന പ്രതിബിംബത്തിന്റെ സവിശേഷത അല്ലാത്തത്. പ്രതിബിംബത്തിന്റെ വലിപ്പം വസ്തുവിൻ്റെതിനേക്കാൾ ചെറുതായിരിക്കും. പ്രതിബിംബവും ദർപ്പണവും തമ്മിലുള്ള അകലം വസ്തുവും ദർപ്പണവും തമ്മിലുള്ള അകലത്തേക്കാൾ കൂടുതലായിരിക്കും. അപ്പോൾ സമതല ദർപ്പണത്തിൽ രൂപപ്പെടുന്ന പ്രതിബിംബത്തിന്റെ സവിശേഷത അല്ലാത്തത്. പ്രതിബിംബത്തിന്റെ വലിപ്പം വസ്തുവിൻ്റെതിനേക്കാൾ ചെറുതായിരിക്കും. പ്രതിബിംബവും ദർപ്പണവും തമ്മിലുള്ള അകലം വസ്തുവും ദർപ്പണവും തമ്മിലുള്ള അകലത്തേക്കാൾ കൂടുതലായിരിക്കും. സമതല ദർപ്പണത്തിൽ രൂപപ്പെടുന്ന പ്രതിബിംബത്തിന്റെ സവിശേഷതകളാണ് വസ്തുവിന്റെ വലിപ്പം തന്നെയായിരിക്കും പ്രതിബിംബത്തിനും. വസ്തുവും ദർപ്പണവും തമ്മിലുള്ള അകലവും ദർപ്പണവും പ്രതിബിംബവും തമ്മിലുള്ള അകലവും തുല്യമാണ്. അപ്പോൾ അത് ഓർത്ത് വെച്ചോണേ. സമതല ദർപ്പണത്തിൽ രൂപപ്പെടുന്ന പ്രതിബിംബത്തിന്റെ സവിശേഷതകൾ എന്താണ്? വസ്തുവിന്റെ വലിപ്പം തന്നെ ആയിരിക്കും പ്രതിബിംബത്തിനും. വസ്തുവും ദർപ്പണവും തമ്മിലുള്ള അകലവും ദർപ്പണവും പ്രതിബിംബവും തമ്മിലുള്ള അകലവും തുല്യമായിരിക്കും. ചന്ദ്രന് ഒരു തവണ ഭ്രമണം ചെയ്യാൻ വേണ്ട സമയം. ഓപ്ഷൻ എ 27 3 ദിവസം. ചന്ദ്രന് ഒരു തവണ ഭ്രമണം ചെയ്യാൻ വേണ്ട സമയം 27 3 ദിവസം. പെൻസിൽ കോമ്പസിൽ ഘടിപ്പിച്ച് വൃത്തം വരയ്ക്കുമ്പോൾ പെൻസിലിന്റെ ചലനം ഏത് തരം ചലനമാണ്? ഓപ്ഷൻ ഡി വർത്തുള ചലനം. പെൻസിൽ കോമ്പസിൽ ഘടിപ്പിച്ച് വൃത്തം വരയ്ക്കുമ്പോൾ പെൻസിലിന്റെ ചലനം ഏതു തരം ചലനമാണ്? വർത്തുള ചലനം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഏറ്റവും കൂടുതൽ ഊർജമുള്ള വെള്ളത്തിന്റെ അവസ്ഥ ഏത്? ഓപ്ഷൻ ബി നീരാവി. ഏറ്റവും കൂടുതൽ ഊർജമുള്ള വെള്ളത്തിന്റെ അവസ്ഥ ഏതാണ്? നീരാവി. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. സ്റ്റേജ് 1 ചോദ്യപേപ്പറും ക്യാൻസലായ സ്റ്റേജ് 2 ക്വസ്റ്റ്യൻ പേപ്പറും നോക്കിയാൽ അറിയാം. എല്ലാം പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസ് ആണ് മിക്കതും വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസ് പഠിക്കുന്നത് ബെറ്റർ ആയിരിക്കും. അതുപോലെ സിലബസിലുള്ളത് ടോപ്പിക്കുകളെല്ലാം മാക്സിമം എല്ലാം തന്നെ കവർ ചെയ്യുക. അപ്പോൾ ഇനിയും ദിവസങ്ങളുണ്ട്, പേടിക്കാനൊന്നുമില്ല. ശനിയാഴ്ച വരെ ഉണ്ടല്ലോ. അപ്പോൾ എന്തെങ്കിലും ടോപ്പിക്കുകൾ സിലബസിലുള്ളത് കവർ ചെയ്യാൻ വിട്ടുപോയിട്ടുള്ളവരാണെങ്കിൽ പെട്ടെന്ന് അതെടുത്ത് നോക്കി പഠിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ നിങ്ങളുടെ പഠിത്തം ഇനി വരുന്ന എല്ലാ എക്സാമുകൾക്കും വേണ്ടിയിട്ട് കണ്ടിന്യൂ ചെയ്യുക. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഈ വീഡിയോയുടെ താഴെ കാണുന്ന ഹൈപ്പ് എന്നുള്ളൊരു ഓപ്ഷനുണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താല്പര്യമുള്ളവർ സ്റ്റഡി വിൻ PSC ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ട്സൊക്കെ ടെലഗ്രാം ചാനലിലും അവൈലബിൾ ആണ്. ഓക്കെ, പിന്നെ ഈ ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ വേണ്ടവർക്ക് അതിൻ്റെ ലിങ്കും ഈ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സിലുണ്ട്. അപ്പോൾ അത് വേണ്ടവർ അതെടുത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും താങ്ക്